വെൽക്കം ടു എപ്പിസോഡ് 6 ഓഫ് 45 ഡേയ്സ് ഡീകോഡിംഗ് ബ്രാൻഡ്. ഒരു ബ്രാൻഡ് ഡിസൈനർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഒരു സ്ട്രാറ്റജി ഇല്ലാതെ ഡിസൈൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഒരു ബ്രാൻഡിനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് അതിൻ്റെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് ആദ്യം ഒരു പ്ലാൻ ബിൽഡ് ചെയ്യുന്ന പോലെ, എന്നിട്ടാണ് നമ്മൾ കംപ്ലീറ്റ്ലി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡാണ്, ഇതെന്തിനാണ് നിലകൊള്ളുന്നത്, ബാക്കിയുള്ള ബ്രാൻഡ്സിൽ നിന്ന് ഇതെങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്, ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് യൂഷ്വലി ബ്രാൻഡ് സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുണ്ടാവുക. സ്ട്രാറ്റജി ഇല്ലാത്ത ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെക്കറേഷനാണ്. പക്ഷേ സ്ട്രാറ്റജി വരുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനായിട്ട് മാറും. യൂഷ്വലി ബ്രാൻഡ് സ്ട്രാറ്റജിയിൽ ഉണ്ടാവുന്നത് പേർപ്പസ്, വിഷൻ, മിഷൻ, വാല്യൂസ്, ടാർഗറ്റ് ഓഡിയൻസ്, പൊസിഷനിങ് ആൻഡ് പേഴ്സണാലിറ്റി. ഒരു ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളായിരിക്കില്ല സ്ട്രാറ്റജി എഴുതുന്നുണ്ടാവും. പക്ഷേ എന്നെ പോലെ സ്ട്രാറ്റജി എഴുതുന്ന ഡിസൈനേഴ്സും കൂടെയുണ്ട്, അവർ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റും കൂടെ ആയിരിക്കും. പക്ഷേ ഒരു ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളത് വളരെ ക്ലിയർ ആയിട്ട് വായിക്കണം, മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം, വിഷ്വലി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വേണം ഡിസൈൻ ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.